എല്ലാവർക്കും നമസ്കാരം. ഒരു മിനിറ്റ്, അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? അല്ല, ഇതൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് നമുക്കൊരു ബ്രേക്ക് എടുത്താലോ? അല്ലേ പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ബ്രേക്ക് എടുക്കാം അല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ. ഷുഗർ കട്ട്, അതാണ് നമ്മൾ ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. ആ പറഞ്ഞ സത്യം കേട്ടോ. തേമേ, ഷുഗർ കട്ട് കണ്ടുപിടിച്ചവന്റെ തലയിൽ ആരതി ഗാലക്സി മിസ്റ്റർ ബീസ്റ്റിന്റെ നാമത്തിൽ ബാക്കി നീ പറയരുത്. എങ്ങനെ പറയാതിരിക്കും? ഇതൊക്കെ നമ്മുടെ കച്ചവടത്തെയല്ലേ ബാധിക്കുന്നത്. ഓ, അങ്ങനൊന്നും ഇല്ലെന്നേ. ഈ ലോകത്ത് എന്തൊക്കെ സംഭവിച്ചാലും നമ്മളെ ഇഷ്ടപ്പെടുന്നവർ നമ്മളെ വാങ്ങിക്കും. താനീ പറയുന്നതൊക്കെ ശരിയാ. എന്നാലും ലവൻ ഇത് കാരണം ഫാൻസ് കൂടി വരുന്നുണ്ട്. എനിക്കത്ര പിടിക്കുന്നില്ല. ആരുടെ? ലവന്. എടാ, ഞാൻ കുറേ കാലമായിട്ട് നിന്നോടൊരു കാര്യം ഇങ്ങനെ ചോദിക്കണമെന്ന് വിചാരിക്കുമായിരുന്നു. എന്താ ബ്രോ? ചോദിക്ക്. അല്ല, നമ്മൾ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, എന്നാലും നിനക്കങ്ങനെ ഇത്രയും ഫാൻസിനെ കിട്ടിയേ? അതോ, ഞാൻ ഈ ചോക്ലേറ്റിൻ്റെ ഉള്ളിൽ കപ്പലണ്ടി ഒളിപ്പിച്ച് കൊടുക്കില്ലേ, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. നീ കപ്പലണ്ടി ഒളിപ്പിക്കാതെയും കൊടുക്കുന്നുണ്ടല്ലോ, ഞാൻ അതിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അത് എന്തോ ആളുകൾക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. വന്നവൻ ഇനി ഇവൻ്റെ ഷോ കാണുമല്ലോ. എന്തൊക്കെയുണ്ട് ഗൈസ് വിശേഷങ്ങൾ? വാലന്റൈൻസ് ഡേ ഒന്നും അല്ലാത്തതുകൊണ്ട് നിങ്ങൾക്കൊന്നും വലിയ പണി കാണത്തില്ല അല്ലേ? മോനെ, പിള്ളേരെ പറ്റിക്കാനായിട്ട് ഖബറിനകത്ത് 2 കളിപ്പാട്ടം കുത്തിക്കയറ്റി ഫാൻസ് ഉണ്ടാക്കിയ നീ അതിയോടെ വന്ന് ഡയലോഗ് അടിക്കണ്ട കേട്ടോ. അയ്യോ, ആരായി പറയുന്നേ? എന്നെ കഴിച്ചാൽ വിശപ്പ് മാറുവേ എന്ന് പറഞ്ഞ് നാട്ടുകാരെ പറ്റിക്കുന്ന താനാണ് എന്നെ കളിയാക്കുന്നത്. എടാ കൊച്ചെറുക്ക, അടങ്ങ് നീ. പാല് കവർ കഴുകിയ വെള്ളം കട്ടിയാക്കി അതിനകത്ത് 2 ഉണ്ടയിട്ട്. മതി മതി, ഞാനൊന്ന് പറയട്ടെ. എന്തോന്ന്? ഈ സംഭവത്തിൽ ചേട്ടൻ വിജയിച്ചിരിക്കുന്നു. പൊക്കോ. അല്ല വേണ്ട, ഞാൻ പൊക്കോളാം. എന്തൊക്കെയുണ്ട് ആശാനെ, സുഖമാണോ? ഈ ലോകത്ത് തേങ്ങ ഉള്ളിടത്തോളം കാലം ഞാൻ ഹാപ്പി ആയിരിക്കും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ കേരളത്തിലുള്ളവർക്ക് തേങ്ങാപ്പിയുടെ ചോക്ലേറ്റ് പൊതിഞ്ഞ് എന്തിനാ കൊടുക്കുന്നല്ലേ നീ ചോദിക്കാൻ പോകുന്നത്? അയ്യോ, ഞാനിത് തന്നെ ചോദിക്കാൻ വന്നേ. എങ്ങനെ മനസ്സിലായി? നിന്നെ കാണുന്ന കാലം തൊട്ടേ നീ ഇതല്ലേ എന്നോട് ചോദിക്കുന്നത്. ഒന്ന് മാറ്റി പിടിക്കടേ, എനിക്ക് തന്നെ ബോറടിച്ചു. ഹലോ, എക്സ്ക്യൂസ് മീ. യെസ്, പറയൂ. ഇങ്ങനെ വന്ന് നിന്ന് തളപതി കളിക്കാൻ ഇവിടെ ഇപ്പം എന്താണാവോ ഉണ്ടായത്? മോനെ, ഈ ചോക്ലേറ്റ് ലോകത്ത് എല്ലാവർക്കും എന്നെ മതി. കാമുകന് കാമുകിക്ക് കൊടുക്കാൻ, ഭാര്യയ്ക്ക് ഭർത്താവിന് കൊടുക്കാൻ, മാതാപിതാക്കൾക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ, അങ്ങനെ ആഘോഷം ഏതുമാകട്ടെ. കലണ്ടർ മനോരമ തന്നെ. അല്ല, എല്ലാവർക്കും വേണ്ട ചോക്ലേറ്റ് അത് ഈ ഞാനല്ലാതെ വേറെ ആര്? തന്നെ മേടിക്കുന്നവരുടെ പേഴ്സും ആ പേഴ്സ് ഇട്ടിരിക്കുന്ന പോക്കറ്റ് വരെ കീറാറുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. നീ പടാ, നിന്നെ മേടിച്ചിട്ട് 4 മാത്രം ഷെയർ ചെയ്താൽ മതി എന്നല്ലേ നീ നാട്ടുകാരെ പഠിപ്പിക്കുന്നത്? അവരുടെ ഷെയറിങ് ഈസ് കെയറിങ് എന്ന് പറയുന്ന മെന്റാലിറ്റി അല്ലേ നീ നശിപ്പിക്കുന്നത്? അതുകൊണ്ട് നീ ഏതെങ്കിലും ഡയലോഗ് അടിക്കണ്ട. അയ്യോ, വേദന എടുക്കുന്നേ. എന്ത് പറ്റുമോനെ? ഒന്നും പറയണ്ട ഏട്ടാ. എന്നെ തിന്നിട്ട് 2 nothing എന്നാണല്ലോ ഞാൻ നാട്ടുകാരെ പഠിപ്പിച്ചേക്കുന്നത്. അതിവിടെ ആർക്കും അറിയാത്ത. അങ്ങനെ എന്നെ തിന്നോണ്ടിരുന്നൊരുത്തൻ്റെ മുന്നിൽ അവൻ്റെ കൂട്ടുകാരൻ ചെറുതായിട്ടൊന്ന് വീണു. എന്നിട്ട് ഈ താഴെ വീണ് കിടക്കുന്നവൻ എണീപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവനോടൊന്ന് പറഞ്ഞു. ഇവനാണെങ്കിൽ എന്നോടുള്ള സ്നേഹം കൊണ്ടാണോന്നറിയില്ല, ഡിഡ് നത്തിങ്, ഒന്നും ചെയ്തില്ല. ലവനാണ് താഴെ നിന്നൊന്ന് എണീറ്റിട്ട് ഇവനെ വന്ന് റോച്ചയാക്കി. പിന്നത്തെ കാര്യമൊന്നും എനിക്ക് ഓർമ്മയില്ല. ഇപ്പോൾ ആണെങ്കിൽ മുഴുവൻ വേദനയാണ്. നന്നായി മോനെ, എനിക്ക് 2 എണ്ണം കിട്ടിയത്. താങ്ക് യു. അയ്യോ, പിന്നെന്താ? അങ്ങനൊക്കെ അങ്ങ് പോണ്. വേറെന്താ? ഇങ്ങനൊക്കെ സുഖം. അവിടെ എങ്ങനെ? സുഖമാണല്ലോ അല്ലേ? ഇവിടെ ഈ ചോക്ലേറ്റുകളെല്ലാം ഒരു കവറിലായതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അവിടെ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വേറെ ഒന്നുമില്ല, ഭാഗ്യം. നിങ്ങൾക്കെല്ലാം ഒരു കാര്യം അറിയാമോ? ഈ ലോകത്ത് നാച്ചുറലും ഏറ്റവും ടേസ്റ്റുള്ള ചോക്ലേറ്റും ഈ ഞാനാ. വൃത്തിയേട്ട ഹെർഷീസ് പോലൊന്നും അല്ല ഞാൻ. നിർത്തറ. എടാ, നീ നിന്റെ മറ്റേ മോലാളിയും കൂടെ കുറെ കാലമല്ലോ എന്നിട്ട് കളിയാക്കുന്നത്. എടാ മോനെ,
ഈ ഞാനും എന്നെ മിസ്റ്റർ ബീസ്റ്റ് ഇവിടെ ഉള്ളിടത്തോളം കാലം എന്നെ കളിയാക്കും. ഇവിടെ ഈ ലോകത്ത് എന്തോരം ചോക്ലേറ്റുകളുണ്ട്, ആരോടൊന്നും നിനക്കൊന്നും ഒരു പ്രശ്നമില്ലല്ലോ. എന്റെ മണ്ടക്കോട്ട് എന്തിനാടാ ഈ കയറുന്നത്? അത് നീ വൃത്തിയേട്ട രുചിയില്ലാത്ത ചോക്ലേറ്റ് ആയതുകൊണ്ട്. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, നിന്നെ ഉണ്ടാക്കിയാൻ പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ പോവോ? ആ പോളാ, ആളെ കാണാൻ പോയിരുന്നു കര. ഈടാ ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ. എന്താ? അല്ല, നമ്മളൊക്കെ ഇവിടാണോ സംസാരിക്കേണ്ടത് അതോ ബിസ്ക്കറ്റൊക്കെ ഇരിക്കുന്നിടത്ത് അവിടെ പോയാണോ സംസാരിക്കേണ്ടത്? ഇവിടെ തന്നെ ആണെന്നാ തോന്നുന്നത്. നമ്മൾ ചോക്ലേറ്റ്സ് അല്ലേ? ആ ചോക്ലേറ്റ് ഒക്കെ ഉണ്ട്, എന്നാലും കൂടുതൽ ഒരെന്നാലും ഇല്ല. നമ്മൾ ചോക്ലേറ്റ്സ് ആണോ? അതിന് കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് എല്ലാവരും കാര്യം അറിയാവോ? ആ ബിരിയാണിയോട് ചോദിച്ചാൽ അവൻ പറയാം അവനായിപ്പോൾ കേരളം ഭരിക്കുന്നത്. അല്ല ചേട്ടാ, ചേട്ടനിത്. എൻ്റെ മോനെ ഞാനിന്ന് പറഞ്ഞോട്ടെ. ആ ഞാൻ പറഞ്ഞു വന്നത് ബിരിയാണി. അവൻ്റെ കാലം കഴിഞ്ഞ് അവൻ ആ മുട്ട കൊടുക്കുന്ന സമ്പ്രദായം നിർത്തിയില്ലേ, അന്ന് തീർന്നവൻ. ഇന്ന് കേരളത്തിലെ പിള്ളേരുടെ വികാരം ആരാ? ഈ ഞാനാ. ചേട്ടൻ എന്തിനാ ഇതൊക്കെ ഇവിടെ വന്ന് പറയുന്നത്? ഇതൊക്കെ ഫുഡുകൾ സംസാരിക്കുന്ന സ്ഥലമല്ലേ? അല്ല, ഇത് ചോക്ലേറ്റുകൾ സംസാരിക്കുന്ന സ്ഥലമാണ്. അയ്യോ സോറി കേട്ടോ, ഞാനോർത്ത് ഇത് ഫുഡുകൾ സംസാരിക്കുന്ന സ്ഥലമായിരിക്കുമെന്ന്. എന്നാൽ പിന്നെ നിങ്ങളുടെ സംസാരം നടക്കട്ടെ, ഞാനൊന്ന് അങ്ങോട്ട്. ആ ശരിയെന്നാ. എടാ നീ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് തന്നെയാണോ പാൻസ് കൂടുതൽ? ഓ പിന്നെ അത് നീ വാലന്റൈൻസ് ഡേക്ക് ബ്രേക്കപ്പ് ആരെങ്കിലും കാണും, അവരോട് പോയി പറ. ഏടാ നിന്റെയൊക്കെ കാലം കഴിഞ്ഞടാ, നീയൊക്കെ ഫീൽഡ് ഔട്ട് ആയടാ. ഇപ്പം ഞങ്ങളുടെ കാലമാടാ. എടാ ഇനി നീ ഡയലോഗ് അടിച്ചാൽ നിന്റെ ഫ്യൂസ് ചെയ്യാൻ വരും. കൊഞ്ഞനം കുത്തുന്നു. ഓ ഇവന്മാർ രണ്ടുപേരും എന്തിനാ ഇങ്ങനെ കിടന്ന് അടി കൂടുന്നത്? അതെങ്ങനെ? ഇവന്മാർ രണ്ടും ഒരു കുടുംബത്തിൽ നിന്നാണ് വരുന്നെന്ന് ഇവന്മാർക്ക് തന്നെ ഇപ്പോൾ ഓർമ്മയില്ല. ആരോട് പറയാൻ, ആര് കേൾക്കാൻ? എക്സ്ക്യൂസ് മീ ചേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നീ എന്താ ഇവിടെ? ഞാനൊരു ചോക്ലേറ്റ് ആയോണ്ട്. മോനെ നീ ചോക്ലേറ്റ് അല്ല, നീ ക്യാൻഡിയാണ്. അയ്യോ ഞാൻ ചോക്ലേറ്റ് ആണ്. സംശയം അവരോട് ചോദിച്ചു. ആരോട്? അവരോട്. ഓ എന്തേലും പോയി അവിടെ നിന്ന് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പാൽപ്പൊടി വെള്ളം കലക്കി കട്ടിയാക്കുമെന്ന് പറഞ്ഞിട്ട് മറ്റേ ഇപ്പോൾ കളിയാക്കാൻ തുടങ്ങും. ഇതൊരു കഷ്ടമാണെന്ന് പറയണേ. പണ്ടായിരുന്നെങ്കിൽ ആ ടോബ്ലറോൺ ഉണ്ടായിരുന്നു, അവനിപ്പോൾ ചോക്ലേറ്റിൻ്റെ കളറിലല്ലേ അതുകൊണ്ട് കൊടുത്തോണ്ടിരിക്കുന്നത്. ആ ഞാനൊറ്റയ്ക്ക്, എനിക്കാരെയും വേണ്ട. നീക്കൊരു കാര്യം മനസ്സിലാക്കണം, നീക്ക് എത്ര വലിയ ചോക്ലേറ്റ് ആണേലും ഈ ഞാൻ കേരളത്തിലുണ്ടാക്കിയ ഓളമൊന്നും നീ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അല്ല നീ ഇതൊക്കെ എന്തിനാ ഇവിടെ ഒന്ന് പറയുന്നത്? ഒരു കാര്യമില്ല, എൻ്റെ ലാലേട്ടൻ ഏതോ പടത്തിൽ പറഞ്ഞല്ലേ, ഒരവസരം കിട്ടിയപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ശരിയെന്താ ഞാൻ പോണു. നീ ഏതാ? എന്നെ മനസ്സിലായില്ലേ? ഇല്ല, അതുകൊണ്ടാണല്ലോ ചോദിച്ചത്. ആരാടാ നീ? നീ എന്താ എൻ്റെ വേഷത്തില്? അത് ഞാൻ ഡയറി മിൽക്ക് ആയോണ്ട്. ഓ അപ്പൊ പിന്നെ ഞാനാരാ? മിൽക്കി ബാറോ? നീയും ഡയറി മിൽക്ക് തന്നെ, പക്ഷെ നമ്മൾ തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട്. എന്തോന്ന് വ്യത്യാസം? അത് നീയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിലുള്ള ഡയറി മിൽക്ക്, ഞാനാണെങ്കിൽ അങ്ങ് ദൂരെ UK മാർക്കറ്റിലുള്ള ഡയറി മിൽക്ക്. അയിനോ ഞാൻ നിന്നെ പോലെ പാൽപ്പൊടി കലക്കി ഉണ്ടാകാനല്ല. അതുപോലെ എന്നെ ഉണ്ടാക്കണമെങ്കിൽ പ്യുവർ കോക്കോ ബട്ടറും മിൽക്ക് ഫാറ്റും വേണം, അല്ല നിന്നെ പോലെ വെജിറ്റബിൾ ഓയിൽ കൊണ്ടല്ല ഞാൻ ഉണ്ടാകുന്നത്. മതി എനിക്കെല്ലാം മനസ്സിലായി. ഇനി നീ എല്ലാവരോടും ഇതിങ്ങനെ പറയണമെന്നില്ല. ഓ ഇതെല്ലാം നിന്റെ കവറിൽ തന്നെ ഉണ്ടല്ലോ, ഞാനായിട്ട് ഇനി എന്നാ പറയാനാ? അത് സാരമില്ല, അതൊന്നും ഇവിടെ ആരും വായിക്കാറില്ല, അതിനൊന്നും ആൾക്കാർക്ക് ഇവിടെ സമയമില്ലെന്നേ. ആ അടിപൊളി. ഗൈസ് നിങ്ങൾ ഇങ്ങനെ നടന്ന് അടികൂടേണ്ട ഒരാവശ്യമില്ല. നമ്മളെല്ലാവരും ആരുടെയെങ്കിലുമൊക്കെ ഫേവറേറ്റ് ആയിരിക്കും, നമ്മളാരും ഇവിടെ മോശക്കാരല്ലല്ലോ. അടിച്ചുകൊണ്ട് നമുക്ക് ഇവരോട് തന്നെ അയക്കാം. പറയൂ ഗൈസ്, ഏതാണ് നിങ്ങളുടെ ഫേവറേറ്റ് ചോക്ലേറ്റ്? അത് മാത്രമല്ല എന്തുകൊണ്ടാണ് ആ ഒരു ചോക്ലേറ്റ് ഫേവറേറ്റ് ആയത് അതും കമൻറ്റിൽ പറയാം. ബെസ്റ്റ് കമൻറ്റ് പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നമുക്കൊരു ബ്രേക്ക് എടുക്കാമല്ലോ അല്ലേ? ഹാവ് എ ബ്രേക്ക്, ലീവ് എ കമൻറ്റ്.